കൊച്ചി മറൈൻ ഡ്രൈവിലെ മോക്ക് ഡ്രിൽ പ്രഹസനമായി. അപകട സൈറൻ ശബ്ദം കേൾപ്പിച്ചത് മൊബൈൽ ഫോൺ വഴിയുള്ള അനൗൺസ്മെന്റ് സംവിധാനത്തിലൂടെ. മുന്നൊരുക്കങ്ങളിലടക്കം ദൃശ്യമായത് വൻ പാളിച്ച. മധ്യകേരളത്തിൽ തന്ത്രപ്രധാന ഇടങ്ങളിൽ എല്ലാം മോക്ക് ഡ്രിൽ ഒരുക്കിയിരുന്നു. പഹൽഗാം ഭീകര ആക്രമണ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രകോപനം കണക്കിലെടുത്തുള്ള മോക്ക് ഡ്രിൽ കൊച്ചി മറൈൻ ഡ്രൈവിൽ സമ്പൂർണ്ണ പരാജയമായി മാറി. നിരവധി ആളുകൾ വന്നുപോകുന്ന മറൈൻ ഡ്രൈവിൽ അപകട സൈറൻ മുഴക്കിയതാകട്ടെ മൊബൈൽ ഫോൺ വഴി പോലീസിന്റെ അനൗൺസ്മെന്റ് സംവിധാനത്തിലൂടെ. അതിനാൽ തന്നെ നിശ്ചിത ദൂരപരിധിക്കപ്പുറം സൈറൻ ശബ്ദം എത്തിയില്ല. മുന്നറിയിപ്പുകൾ അനൗൺസ്മെന്റ് സംവിധാനത്തിലൂടെ നൽകിയെങ്കിലും എല്ലായിടത്തും കേൾക്കാത്തതുകൊണ്ട് തന്നെ ജനങ്ങൾ പലയിടത്തും കൂട്ടം കൂടി നിൽക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. എറണാകുളം കാക്കനാട് കളക്ടറേറ്റിലും മോക്ക് ഡ്രിൽ നടന്നു. കോട്ടയം ജില്ലയിൽ വൈകിട്ട് 4 മണിക്ക് തന്നെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടന്നു. ജില്ലയിൽ കളക്ടറേറ്റിൽ മാത്രമാണ് മോക്ക് ഡ്രിൽ നടന്നത്. പോലീസ്, ഫയർഫോഴ്സ്, ബോംബ് സ്ക്വാഡ്, സേനാംഗങ്ങൾ തുടങ്ങിയവർ ഡ്രില്ലിൽ പങ്കെടുത്തു. ആലപ്പുഴയിൽ 5 മോക്ക് ഡ്രിൽ നടന്നു. അമ്പലപ്പുഴ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യ സൈറൺ മുഴങ്ങി. 20 മിനിറ്റിന് ശേഷം രണ്ടാം സൈറണും മുഴങ്ങി. ഇടുക്കിയിൽ 5 മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. അപായ സന്ദേശം നൽകുന്ന സൈറൺ മുഴക്കത്തെ തുടർന്ന് തീപിടുത്തം, കെട്ടിടനാശം എന്നിവയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം നടന്നു. കെട്ടിടനാശത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തന മോക്ക് ഡ്രിൽ തൊടുപുഴയിലാണ് നടന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, കൊച്ചി.